ഇല്ല, എനിക്ക് ഇമാതിരത്തെ ഉള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സ്റ്റാൻഡ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇമാതിരത്തെ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു എടാ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇതിന്റെ കേസ് പോലും നടന്ന് ഇതായില്ല. അപ്പോഴത്തേക്കിന് പാസ്റ്റ് ഈസ് പാസ്റ്റ് ആയി. എന്ത് പാസ്റ്റ് ഈസ് പാസ്റ്റ്? നീ ഒരു കാര്യം ചെയ്യും, ജയിലിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന മറ്റേ പീഡനവീരന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചോറ് വെച്ചിട്ട് വീടിന്റെ മുമ്പിൽ ഒരു പ്രതിമ എന്നിട്ട് രാവിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം നമുക്ക്. അപ്പം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ കാര്യം, അലക്സിന്റെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഗ്യാപ്പിന് ശേഷം, അതായത് 2-ാം തീയതിയോ 3-ാം തീയതിയോ ലൈവ് വരാമെന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ 2-ാം തീയതി 3-ാം തീയതി ആ ഒരു സമയം ആകുമ്പോഴത്തേക്കിന് ലൈവ് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അലക്സിന്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്ലാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അലക്സിനെ ഞാൻ പോയി TV-യിൽ നിന്ന് ഇവിടെ പോയി വിളിക്കുമോ അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് വരുമോ, അങ്ങനെ പോയി ഇതാക്കാനോ ഒന്നും ഒരു പ്ലാനും ഇല്ലാതിരുന്ന അതാണ് അലക്സിന്റെ കാര്യത്തിൽ. അപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ സോങ്ങിൻ്റെ ഷൂട്ട്, എൻ്റെ ഇതിൻ്റെ എന്താ ബർത്ത്ഡേ, PC ലോഞ്ച്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം. അപ്പം അതിനും കൂടി ആയിട്ട് പോയിട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് വരാൻ ഞാനൊരു എസ്റ്റിമേറ്റഡ് ഇട്ടത് 2-ാം തീയതി 3-ാം തീയതിയാണ്. ഓക്കെ, 2-ാം തീയതി 3-ാം തീയതിയാണ് ഞാൻ വരാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പം ഈ അലക്സിൻ്റെ കാര്യം വന്ന് എന്നോട് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് സേതുവാണ് അലക്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് അലക്സിൻ്റെ POV എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേസ്. അലക്സിൻ്റെ POV എന്ന് പറഞ്ഞാൽ, അവൻ്റെ വീട്ടിലും അവൻ്റെ ചേട്ടനും ബാക്കിയുള്ളവരൊക്കെ RPയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ MRC എന്ന് പറയുന്ന ടാഗിൻ്റെ ഇത് വെച്ചിട്ട് പെണ്ണ് കേസും ഡ്രഗ് കേസും പോക്സോ കേസും ഒക്കെ വരുമ്പം ഒബ്വിയസ്ലി വീട്ടുകാർ ചോദിക്കും, നീ ഇതിൻ്റെ ഭാഗമാണോ, നീ ഇതിൻ്റെ ഇതാണോ എന്നുള്ളൊരു കാര്യം ചോദിക്കും ഉറപ്പായിട്ടും. അല്ല, ഞാൻ ഈ പറയണ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ഞാൻ ഇന്നേ വരെ ഗൈസ്, ഇതുവരെ ഞാൻ ഇത്രയും ദിവസം ഷെയ്ക്കിൻ്റെ ഗ്യാങ്ങിനെയോ ബാക്കിയുള്ള ഒരു ഗ്യാങ്ങിനെയോ ഞാൻ അപരാധിക്കുകയോ ഞാൻ എൻ്റെ ലൈവിൽ എന്തെങ്കിലും കുറ്റം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എല്ലായിടത്തും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗൈസ്, പുള്ളിക്ക് ഫാമിലി ഉണ്ട്, കല്യാണമൊക്കെ വരുന്നുണ്ട്, അത് റെസ്പെക്ട് ചെയ്ത് അവരെടുത്ത ഡിസിഷനാണ് എന്നുള്ള സാധനം ഞാൻ എന്നിട്ടും കഴിഞ്ഞ വട്ടം നമ്മൾ MRC അപരാധിച്ച് പറഞ്ഞിട്ട് അതിനകത്ത് പ്രത്യേകം ഞാൻ എടുത്തുകൂടെ പറഞ്ഞായിരുന്നു, ഷെയ്ക്കിൻ്റെ ഗ്യാങ്ങിനെ പറ്റി എല്ലാം നമ്മൾ പറയുന്നതെന്നൊന്നും എടുത്തുകൂടെ പറഞ്ഞിട്ട് പോയാൽ ക്ലിപ്പുള്ളവന്മാർ ഈ കട്ട് ചെയ്തിരുന്ന മാത്രം കണ്ട് അതുകൂടെ പോന്ന് കാണണം. അങ്ങനെ പറഞ്ഞിട്ട് പോയ ഒരുത്തനാണ് ഞാൻ ഇതെല്ലാം വിട്ടതാ. ബർത്ത്ഡേ സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും ഒരു കൂട്ടം ആൾക്കാർ, ഞാൻ വേറൊരു കാര്യം പറയാം. അലക്സിനെ ഇപ്പൊ കുറ്റം പറയുന്നവന്മാരൊക്കെ പോട്ടറിനെ കൊണ്ടുവന്ന സമയത്ത് മറ്റേ ഗ്യാങ് ഹൗസിൽ പ്രതിമ വെച്ച പുള്ളിയില്ലേ, ആ പ്രതിമ വെച്ച പുള്ളിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, കാശുള്ളവർ മേടിക്കും, ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്ത് പോവും, പർച്ചേസ് ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെ പറയണ കേട്ട്. സോ സെയിമാണ് അലക്സും ചെയ്തത്. അലക്സിന് ഓപ്പർച്യൂണിറ്റി ഉള്ളിടത്ത് എടുത്ത് അവന് കളിക്കണം എന്നുണ്ട്, രാപ്പകലില്ലാതെ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു പയ്യനാണ്, അവന് കളിക്കണം എന്നുണ്ട്. സേതു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അവനിങ്ങനെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റിന് താല്പര്യമുണ്ട്. ഈഗിളിന് ഞാൻ പറഞ്ഞ എടാ, ഒന്നാമതേ ഭയങ്കര ഒരു വൃത്തികെട്ട ഷെഡ്യൂളിലാണ് TV പൊക്കോണ്ടിരിക്കുന്നത്, എല്ലാവരെയും മാറ്റിയിട്ട് കളിപ്പിക്കണം എന്നൊക്കെയാണ്. ഷെയ്ക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ. ഷെയ്ക്ക് പറഞ്ഞൊക്കെ ഞാൻ പറയാം ബ്രോ, വെയിറ്റ് ചെയ്യിച്ചില്ല. എന്നിട്ട് പെട്ടെന്ന് എന്താ ഈ കാര്യം ഞാൻ പറഞ്ഞ്, എടാ എനിക്കിത് ഞാൻ ഓക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരാൻ റെഡിയാണ്, നീ പോയി സംസാരിച്ചിട്ട് വാ. ഞാനാണ് അവനെ പ്രഷർ ചെയ്തത്, അവനല്ല ഗൈസ്. അവർ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലെന്നാണ്. എടാ ഇവൻ എന്നോട് പറയുന്നതിൻ്റെ, സേതു എന്നോട് പറയണതിൻ്റെ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ആ റിക്രൂട്ട്മെന്റ് അങ്ങ് ഇട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി 3-ാം തീയതി വരത്തുള്ളൂ എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ ഇവരോടും പറഞ്ഞാണ്, TV-യിൽ എല്ലാവരുടെ പറഞ്ഞ് ഞാൻ കുറച്ച് 3-ാം തീയതി തൊട്ടേ വരത്തുള്ളൂ, അതുകൊണ്ട് ഇതാക്കാം. അപ്പം അത്രയും ഗ്യാപ്പ് ഞാൻ ഇതിനകത്ത് വേറൊരു റീസണുണ്ട് പറയാൻ, ബുദ്ധിയുള്ളവന്മാർക്ക് മനസ്സിലാക്കാം, ബാക്കിയുള്ളവർക്ക് കൺവേർട്ടിംഗ് എന്ന് ഇതൊക്കെ പറയാം. ഇത് ഷെയ്ക്കിന്റെ ലൈവ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഷെയ്ക്ക് ലൈവിലും അല്ലാതെയും അനൗൺസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന് PC കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇത്രയും ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇവനെ റിക്രൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ PC അവരുടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റ്മെന്റ് പെട്ടെന്ന് അവരുടെ അടുത്ത് എന്ത് പറയും? ഈ പറയണതുപോലെ അന്നേരം അവർ പറയും, നീ PC മേടിച്ചില്ലേ, PC മേടിച്ചിട്ട് ഇവിടെ നിൽക്കണം, അങ്ങനത്തെ രീതിയായി പോകും. മനസ്സിലായോ? അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ എൻ്റെ അടുത്ത് ഇതുപോലെ PCയുടെ കാര്യം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ട, ഞാൻ കുറച്ചും കൂടെ അതിനകത്ത് ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുത്തോ എന്നുള്ള കാര്യം ഞാൻ അവനടുത്ത് പറയാം എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സഡനായിട്ട് ഞാനങ്ങ് റിക്രൂട്ട്മെന്റ് ഇട്ടിട്ട് പോയേക്കാം, ഞാൻ വരുമ്പോഴത്തേക്കിന് ബാക്കി നീ എല്ലാവരുടെ അടുത്തൊന്ന് സിങ്കായി ഇതായിട്ടുള്ള രീതിയിൽ നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തതാണ്. അല്ലാതെ അവൻ ചാടിക്കേറി അവനെ ഒരു ദിവസം കൊണ്ട് വേറൊരു ഗ്യാങ്ങിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഗൈസ്.
പിന്നെ അതിന്റെ കൂട്ടത്തില് കുറെ പേരിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറിപ്പുള്ളിടത്ത് അവനുണ്ടാവും എന്ന് തന്നെ. ഞാനൊരു ഒറ്റ കാര്യം പറയാം, കുറിപ്പ് ഇതിനെപ്പറ്റി ഒന്നും പറയത്തില്ല. കാരണം ടി വിയിൽ സ്ലോട്ട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ടി വിയിൽ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്ലെയർ അവിടെ ഇപ്പൊ കളിക്കുന്നത് ഇതിൽ കുറിപ്പാണ്. ഈ പറയുന്ന സേതു അടക്കം ഇവിടെ കൊണ്ടുവന്നതിൽ സേതു ഒരു 10 വട്ടമെങ്കിലും കുറിപ്പിനെ ഇവിടെ റെക്കമെൻഡ് ചെയ്ത് കുറിപ്പ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ് ടി വിയെ കളിക്കണമെന്ന് കുറിപ്പിന് ആഗ്രഹം ഉണ്ടെന്ന്. കുറിപ്പ് എന്നോട് നേരിട്ട് പറയാം. സോ കുറിപ്പിന് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയും ഈ ഗ്യാങ്ങിൽ കയറിയാലുള്ള കാര്യം എന്താണെന്ന് എനിക്ക് കുറിപ്പിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ബാക്കി ചുറ്റുമുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോ ഇതാണ് കാര്യം. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഈ MRC ഓഡിയൻസിന്റെ ഇല്ല, MRC അല്ലല്ലോ, അവര് ജയിലിലല്ലേ, സോറി കേസിലല്ലേ, എന്തായിരുന്നു അയ്യോ എന്തായിരുന്നു ഇത് മറന്നുപോയി, ഷോർട്ട് ഫോം മറന്നുപോയി, എന്തായിരുന്നു RZ7. ആ, അപ്പൊ RZ7ന്റെ ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ വിചാരം എന്ന് പറഞ്ഞാല് അവർ ശരിക്കും ചെയ്യുന്ന എന്താണെന്നറിയോ, ഒരു കിണറുണ്ടല്ലോ, ഒരു കിണറിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു റിവറിലോട്ട് വെള്ളം കോരി ഒഴിക്കുക ഇങ്ങനെ മഗ്ഗിനകത്ത്. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് സ്പാം ചെയ്യുമ്പം നമ്മൾ മറ്റേ ഒഴുകി പോവും, മറ്റേ ഇതായി പോവും. ബ്രോ ഗെറ്റ് എ ലൈഫ്, സീരിയസ് ആയിട്ട് ഞാൻ കുറെ നാളായിട്ട് പറയാം, ഇത്രയും താറ്റണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. നീയൊക്കെ ഞങ്ങളുടെ ലൈവ് വന്നിരുന്ന് കാണുന്ന സമയത്ത് നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് കണ്ടതാ. ഞാൻ വെറുത്തുപോയി, സത്യം പറയല്ല. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് ഞാൻ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടതാ. നീയൊക്കെ തല്ലു കൊള്ളാൻ കിടക്കണതേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും പറയാം. പിന്നെ ഓഡിയൻസിന്റെ മുമ്പിൽ മാസടിയൊക്കെ കേട്ടായിരുന്നു എന്താ KVL നോട്ട് ഫോർ സെയിൽ എന്ന് ഇട്ട ആള് അടുത്ത ദിവസം ഇവിടെ വന്നാ കളിച്ചേന്ന്. ഈ മെസ്സൊക്കെ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ വിഷമമാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. നേരത്തെ കാര്യമല്ലേ പറയുന്നേ, ഗ്യാങ് സ്പ്ലിറ്റായി ഈ R7Z എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൂടെ വയ്ക്കുന്ന ഒരു 6 എണ്ണം എന്നോട് വന്ന് റിക്രൂട്ട്മെന്റ് ചോദിച്ചായിരുന്നു. സ്വന്തമായിട്ട് തപ്പി പിടിച്ചാൽ മതി. അപ്പൊ അറിയാം, ഇതന്നെ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് പറഞ്ഞു പോയി, എന്നെ കൊണ്ട് പറയിച്ചതാ. അതുകൊണ്ട് പറയാം, ഈ മാസൊക്കെ ലൈവിൽ അടിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള 6 എണ്ണം ആരാന്ന് ആദ്യം കണ്ടുപിടിക്കും. മനസ്സിലായ? TVക്കകത്ത് കളിക്കണം ആഗ്രഹമുണ്ട് ബ്രോ, ഞാൻ ഇവിടെ വരുവാന്ന് പറഞ്ഞ് ഇതാക്കിയത് എൻ്റെ ഇരിപ്പുണ്ട്. ആരൊക്കെയാണെന്നും രാത്രിയിൽ എന്നെ വിളിച്ചവരും മെസ്സേജ് അയച്ചവരും എല്ലാം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അപ്പം ബ്രോ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തമ്മിൽ അവന്മാരുടെ അടുത്ത് ചോദിക്കണം TVക്കകത്ത് കളിക്കാൻ ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന്. എന്നിട്ട് മതി കമ്പാരിസൺ ഒക്കെ. ഞങ്ങളുടെ ഓഡിയൻസിനും നിങ്ങളുടെ ഓഡിയൻസിന്റെ ഒരു വ്യത്യാസമുണ്ട്. എന്താന്ന് പറയാം, അവര് ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ചീർ ചെയ്തുള്ളൂ, ഒറ്റ പേരെ 6-7 വർഷമായിട്ട് പറയുന്നുള്ളൂ. 2 മാസത്തിൽ പേര് മാറ്റി പറയേണ്ട ഗതികേട് എൻ്റെ ഓഡിയൻസിന് പോലും വന്നിട്ടില്ല. മനസ്സിലായോ? TVക്ക് വേണ്ടി ചീർ ചെയ്തവർ അന്നും ഇന്നും TVക്ക് വേണ്ടി. മനസ്സിലായി? അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ആദ്യം പോയിട്ട് കൂട്ടത്തിലുള്ളവന്മാർക്ക് ഇപ്പോഴും TVയെ കളിക്കാൻ താല്പര്യമുള്ള ആരൊക്കെയാണെന്ന് അത് കണ്ടുപിടിക്കാൻ ഒരു സമയം തരാം. പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാനായിട്ട് അതെടുത്ത് വെച്ച് അവരാധിക്കാൻ നിൽക്കുന്നില്ല, ഞാനിത് ഇവിടെ വിടുക. പിന്നെ ഈ ഡയലോഗ് അടികളൊക്കെ കേട്ടോണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ വേറൊരു കാര്യം, TVക്കകത്തുനിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ TVക്കകത്തുനിന്ന് 2 പേരെ കൊണ്ടുപോകുക അല്ലെങ്കിൽ 3 പേരെ കൊണ്ടുപോകുക, നീ ഇനി 50 പേരെ കൊണ്ടുപോയാലും TVക്കകത്തുനിന്ന് ഇനി പോയാലും 14 പേര് പോയിട്ട് ഈ ഗ്യാങ് നിന്നെയൊക്കെ 2 വട്ടം അടിച്ച് നിന്റെ മുകളിൽ നിൽക്കുക. പിന്നാണോ 2 പേര് പോയാല്? വെറും തോന്നല ബ്രോ, അതൊക്കെ വെറും തോന്നല. ഇങ്ങന്മാര് മെസ്സൊന്നും ദൈവം ഇറക്കരുത്, എൻ്റെ അടുത്ത് ഇറക്കരുത്. എനിക്കത് കേൾക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി ആര് പോയാലും ഇത് ഇവിടെ തന്നെ നിൽക്കും, ഇതിവിടെ ടോപ്പായിട്ട് തന്നെ നിൽക്കും. മനസ്സിലായ? അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒരുപാട് മാസടി വേണ്ട, മര്യാദയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മര്യാദയ്ക്ക് നിങ്ങളുടെ അതിനകത്ത് പോയി. എനിക്ക് ഉപദ്രവിക്കാൻ വരാൻ താല്പര്യമില്ല, എനിക്ക് ഇതാക്കാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും പറയാം, സിറ്റിയിൽ ഈ കൊണയായിട്ട് വന്നാൽ ഞാൻ വെച്ചടിച്ച് തന്നോളാം. അതുകൊണ്ട് വെളിയിലിരുന്ന് എനിക്കിത് പറയാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ സംഭവങ്ങളുമായിട്ട് പോവാ. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? അപ്പൊ ഇനി ബാക്കി മറ്റേ കൊച്ചുപിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിന് അടുത്ത ദിവസത്തെ ക്ലിപ്പൊക്കെ കാണുമ്പോൾ കൊണ്ടുപോവാ. നിന്റെയൊക്കെ ഈ ഫ്രസ്ട്രേഷൻ ഇനി ഒരിക്കലും മാറാൻ പോകുള്ളൂ. അത് എൻ്റെ ബർത്ത്ഡേ ദിവസം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രശ്നങ്ങളിലൊന്നും ഇല്ലാതെ മാറി ഇന്ന് ഫാമിലി ആയിട്ട് ഇരുന്ന ഒരുത്തനാണ്. മനസ്സിലായോ? അപ്പൊ അതിനകത്തോട്ട് എന്നെ ഡ്രാഗ് ചെയ്ത് ഇത്രയും ഇതിലോട്ടൊക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ സാധനം ഇപ്പൊ തന്നെ ഓൾറെഡി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഗൈസ്. നിങ്ങളുടെ അടുത്ത് ഈ പറയണ കേസൊക്കെ FIR ഇട്ട് അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല, FIR ഇട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് സോഷ്യൽ മീഡിയയിൽ അത് പാസ്റ്റ് ആയി. ഈ സോഷ്യൽ മീഡിയ കാണുന്ന ബാക്കി അവന്മാർക്കൊക്കെ പേടി ഉണ്ടാവും, നാളെ ഇവനൊക്കെ തിരിച്ചു വന്ന് ലൈവ് ഇട്ടിട്ട് എന്തോ വലുത് പറഞ്ഞാൽ നമ്മുടെ അങ്ങ് കരിയർ എൻ്റെ ആയി പോകുന്നു. ആ പേടി എനിക്ക് എന്തായാലും ഇല്ല. മനസ്സിലായ? എനിക്ക് ഇമാതിരിത്തെ ഉള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
എന്റെ സ്റ്റാൻഡ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇമാതിരത്തെ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എടാ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇതിന്റെ കേസ് പോലും നടന്ന് ഇതായില്ല. അപ്പോഴത്തേക്കിനും പാസ്റ്റ് ഈസ് പാസ്റ്റ് ആയി. എന്ത് പാസ്റ്റ് ഈസ് പാസ്റ്റ്? നീ ഒരു കാര്യം ചെയ്യും, ജയിലിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന മറ്റേ പീഡനവീരന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചോറ് വെച്ചിട്ട് വീടിന്റെ മുമ്പിൽ ഒരു പ്രതിമ പണിത് വെക്കുക അവന്റെ, എന്നിട്ട് രാവിലെ വൈകുന്നേരം ഇരുന്ന് തൊഴ്. പാസ്റ്റ് ഈസ് പാസ്റ്റാ. അത് കൊള്ളാം, സൂപ്പർ. ബുദ്ധിമുട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് സഹകരിക്കാനും ഇനി മുന്നോട്ട് സഹകരിക്കാനും ഇനി ഇതാക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇതാക്കാനുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള പ്ലേയേഴ്സിനും അത് തന്നെ, അത് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? അത്രേ പറയുന്നുള്ളൂ തൽക്കാലം. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ആര് വന്നാലും നിന്റെയൊക്കെ ഇനി ഏത് കൊമ്പത്തെ അണ്ണം വന്നാലും അവൻ ഇല്ല ലൈവ് ഇട്ട് 2 വാക്ക് പറഞ്ഞാൽ എൻ്റെ കരിയറിനെ അത് ബാധിക്കുമെങ്കിൽ അങ്ങ് ബാധിക്കട്ടെ. എനിക്കറിയാം ഞാൻ എന്താ ചെയ്തു വെച്ചിരിക്കണത്, ഇവനൊക്കെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അത്രേ എനിക്ക് പറയുള്ളൂ. സോ ബാക്കി ബാക്കി ഇനി എന്തെങ്കിലും കേൾക്കാൻ വന്നവന്മാരുണ്ടെങ്കിൽ നേരെ വിട്ടോ. മനസ്സിലായി? ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ബാക്കി പിന്നെ ഒരു കാര്യം കൂടെ ഗൈസ്, ഞാൻ റിക്രൂട്ട്മെന്റ് ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ലൈവിന് തൊട്ട് മുമ്പേ വന്ന് ലൈവ് ഇട്ടിട്ട് നേരെ ചാരി ഇരുന്ന് ഓരോ ആൾക്കാരും മണൽത്തരികൾ പോലെയാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി. നമ്മുടെ റിക്രൂട്ട്മെന്റ് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന റിക്രൂട്ട്മെന്റ് പതിവില്ലാതെ പെട്ടെന്ന് ലൈവ് ഇട്ടിട്ട് അവർ തന്നെ നോർമലി അങ്ങ് അനൗൺസ് ചെയ്യുന്നത് പോലെ ലൈവിലിരുന്ന് അവരാധം പറഞ്ഞു. അപ്പൊ ഈ പർട്ടിക്കുലർ ഗ്യാങ്ങിന്റെ റിക്രൂട്ട്മെന്റ് എന്നാണോ ആ റിക്രൂട്ട്മെന്റിന് എപ്പോൾ ലൈവ് ഇട്ടാലും ആ ലൈവ് ഇടുന്നതിന് ആ സമയത്ത് തന്നെ ലൈവ് ഇട്ടിട്ട് ഇതിനകത്ത് കയറാൻ പോകുന്ന എല്ലാവരുടെയും പേര് ഞാൻ തലേദിവസം വിളിച്ചു പറയും. കൂടിപ്പോയ ഞാൻ പറയാം, ദാമു ഇവരൊക്കെ പേരിങ്ങനെ ലിസ്റ്റായിട്ട് എനിക്ക് ഇപ്പോഴേ അറിയാം. ഞാൻ ഇങ്ങനെ പറയാത്തതാ, പിന്നെ മിണ്ടാതിരിക്കുക. ദാമു ഒക്കെ വരുന്നുണ്ട്, മനസ്സിലായോ? അമ്മമാരൊക്കെ അവിടെ കയറുന്നുണ്ട്. അവിടെ കയറിയിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർ ഇപ്പൊ കെ വി എന്നും ടി വി എന്നും ഒക്കെ വലിക്കുന്നുണ്ട്. മനസ്സിലായോ? വലിക്കാൻ പറ്റുന്നവന്മാരെയൊക്കെ വലിച്ചുകൊണ്ട് പോകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, 1 2 3 പേരോ എൻ്റെ അടുത്തുനിന്ന് ആരുടെ അടുത്തുനിന്ന് പോയാലും എനിക്കൊരു കോപ്പുമില്ല. ടി വിയെ കളിക്കേണ്ടത് അവൻ്റെയൊക്കെ ആവശ്യമാണ്, അല്ലാതെ എൻ്റെ ആവശ്യമല്ല. മനസ്സിലായോ? ആ പേരിന് വേണ്ടി ഗ്രൈൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇതിനകത്ത് കളിക്കുന്ന 100 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ഈ പറയണത് പോലെ ഒരു ദിവസം വന്നിട്ട് ഇറങ്ങി പോണവന്മാരുണ്ടെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കും. ഞാൻ എൻ്റെ ആവശ്യമല്ല അത്. മനസ്സിലായ? ആര് പോയാലും ഇതിവിടെ നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കും, അതെന്റെ ഉറപ്പാ. 14 പേര് പോയിട്ട് ഇവിടെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ പിന്നെയാണോ? മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നല്ലേ നിന്റെയൊക്കെ മരം പെയ്താ. ഭീഷണിയൊക്കെ കയ്യിൽ ബ്രോ. ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. ഇനി ഏതവനാണെങ്കിലും എന്തവനാണെങ്കിലും ആര് പോയാലും എൻ്റെ രോമത്തെ പോലെ അത് ബാധിക്കുകയില്ല. അങ്ങ് എന്തോ വലിയ ഭീഷണി പോലെ അങ്ങ് എന്തൊക്കെയോ മറ്റേ ഇവരുടെയൊക്കെ വിചാരം കൈസ് ടി വിന്ന് ഇറങ്ങിപ്പോയ മെമ്പേഴ്സിൽ ആരെങ്കിലും 2 പേരെ റിക്രൂട്ട് ചെയ്താൽ എനിക്ക് ഈഗോ ഹർട്ടായി ഞാൻ ലൈവിൽ ഇങ്ങനെ വീഴും എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ വിചാരം. ഡെസ്ട്രോ എടാ എന്താടാ, ആരും പോകണില്ല ഇവിടുത്തെ. ആരും എന്റെ അറിവിൽ ഇപ്പൊ ഇവിടുത്തെ ആരും പോകണമെന്നില്ല. ഡെസ്ട്രോ ഇന്നൊരു ക്ലിപ്പ് കണ്ടപ്പോ പോലെ എൻ്റെ അടുത്ത് എനിക്ക് ലാസ്റ്റ് ഞാൻ പറയാം, എനിക്ക് ഡെസ്ട്രോ ലാസ്റ്റ് അയച്ച മെസ്സേജ് പറഞ്ഞുതരാം. എനിക്ക് ഡെസ്ട്രോ ലാസ്റ്റ് അയച്ച മെസ്സേജ് ഇന്ന് 8:20 അണ്ണ, ഐ വിൽ നെവർ ലീവ് യു, ഐ വിൽ സ്റ്റാൻഡ് യു ടിൽ എൻഡ്. എനിക്കിത് ഗ്യാങ് ആയിട്ടുള്ള കിട്ടിയത്. ഐ ഗോട്ട് എ ഫാമിലി ഹിയർ, ഓൾവേസ് വിത്ത് യു അണ്ണ, വി വിൽ ബി ദ ബെസ്റ്റ് ആൻഡ് വി വിൽ കോൺകർ. അതാണ് അവൻ എനിക്ക് അയച്ച മെസ്സേജ്. മനസ്സിലായോ? അതായത് എനിക്ക് ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ട് പോയാലും എന്ത് പറഞ്ഞിട്ട് പോയാലും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ നിന്ന് ഞാൻ പറയണ എന്നോട് ഫേക്ക് കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇത് കാണിക്കുന്നില്ല. സ്വന്തം കരിയർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നോക്കാൻ മര്യാദയ്ക്ക് ബുദ്ധിയുള്ളവരൊക്കെ നോക്കിയിരുന്ന് ചെയ്യും. മനസ്സിലായോ? ദാറ്റ്സ് ബോസണ്ണൻ വന്നോ അളിയാ? ഞാൻ പോവും. അയ്യോ സന്തോഷം അളിയാ. എടാ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് എന്നെ ഒന്ന് അറിയിക്കുമോ അളിയാ? ഞാൻ 2 പയ്യന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്, കിടിലം പയ്യന്മാരെ, നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന 2 പയ്യന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഡിസിഷൻ എന്നെ ഒന്ന് അറിയിക്കണേ പ്ലീസ്, എന്നെ ഒന്ന് അറിയിക്കണേ. ഇത് വീസിലുണ്ടോ കേട്ടാ? തരളം. ഹലോ അളിയ, എന്നാ ഇറങ്ങണേ? അല്ല ഞാൻ പോയാ നീ താങ്ങോളിയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. കഴിഞ്ഞ ദിവസം ഇവനെ രാത്രിയിൽ അന്ന് ഇവിടെ ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവനെ വണ്ടർലേ കൊണ്ടുപോയി. വണ്ടർലേ പോയപ്പം രാത്രി പിടിച്ചിരിക്കണ ഞാൻ എന്ത് ചെയ്യാനാണ്? നീ അളിയ വണ്ടർലേ ചെന്നപ്പോ ഞാൻ ഉണ്ടല്ലോ,
ഞാൻ നോക്കിയപ്പോ ഒരുത്തന് ലാൻഡ് റൈഡിലും കേറണ്ട, വാട്ടർ അതുകൊണ്ട് എന്റെ കാര്യം മാറ്റരുത്. എനിക്ക് പനിയാണ്. നിന്റെ ആര് വിട്ടോ, ബാക്കി ഒരു 12 പേരുണ്ട് എല്ലാം കൂടെ. ഞാൻ മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പള്. കൂടുതലാണ് എനിക്കൊന്ന് ഞാൻ പറയട്ടെ, ഓൾഡേജ് ഹോമിന്ന് ട്രിപ്പ്. അതെ ചന്ദ്രനൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ട്രിപ്പ് അങ്ങനെയെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ പോകുന്നു, നമ്മൾ അവിടെ വഴി നിൽക്കുന്നു ഗൈസ്. എല്ലാത്തിനും ഓരോ റൈഡ് കാണുമ്പോഴും എല്ലാവർക്കും പേടിയാ, ഒന്നിലും കേറുന്നില്ല. ഇവിടെ ഇവർക്ക് വയസ്സായ പോലെ ഇങ്ങനെ ഇരിക്കുക, ഒന്നിലും കേറാ. ചന്ദ്രൻ പറയാ യോ ഞാൻ ഈ റൈഡിൽ കയറുന്നില്ല, എനിക്ക് പനിയാണെന്ന്. റോളർ കോസ്റ്റർ കയറിയ പനി കൂടുകൂടാ. പേടിച്ചു തൂറിയെന്ന് പറയണം, മനസ്സിലായോ? ഞാൻ അവിടെ കയറി മടുത്ത അറിയോ? പിന്നെ നിന്റെ പനി മാറിയിട്ട് നീ വരുവോ എന്നാ? ഞാൻ കൊണ്ടുപോകില്ല. പനി മാറിയിട്ട് നീ എഴുതി വെച്ചോ. ഞാൻ ഈ ലൈവില് പറയാം, പനി മാറിയിട്ട് നീ പറയുന്ന റൈഡില് ഞാൻ കൈവിട്ടിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. കണ്ടല്ലോ എത്ര പേര് 18,000 കൈവണി പിടിച്ചോട്ടോ, കൈവണി പിടിച്ചോ. അല്ലെ ഞാൻ ഇത് എന്റെ വാക്കാണ്, എന്നിട്ട് ഞാൻ മറ്റേ ആർട്ടിഫിഷ്യൽ സീ ഇല്ലേ അവിടത്തെ, അവിടെ മുങ്ങാങ്കുഴി ആർട്ടിഫിഷ്യൽ സീയാ, വേപ്പൂൾ. അതിനാണ് ആർട്ടിഫിഷ്യൽ സീ. വിൻഡ് മെസ്സേജ്. അപ്പൊ കോ ലീഡർ ആകാൻ വേറെ ആരും തപ്പണ്ട, ഞാനിവിടെ ഉണ്ട്. MRC ഗോഗു. നൈസ് ഗോഗു. തമ്മയത്തിട്ട് കട്ടെടുത്താ പോരാടാ പട്ടി. അയ്യോ സിറ്റി ഇല്ല, നിങ്ങളെല്ലാം കേറാൻ പറ്റുന്നില്ല. എന്റെ 5M പോലും ഓപ്പൺ ആവണില്ല. നമുക്ക് 2 റൈഡൊക്കെ ചന്ദ്ര നീ പോവോടാ വേറെ ഗ്യാങ്? ശരിക്കും നീ പോവോളിയാ? ഞാൻ കാര്യം പറയട്ടെ അളിയ, ഞാൻ എന്തിന് പോണം? അതാണ് എന്റെ ചോദ്യം. എന്തിന് നമ്മൾ ടിവിന്ന് പോണം? എന്തിനു പോണം ടിവിന്ന്? അതെ ചോദ്യം. ഇത് അതായത് ടി വി എന്നുള്ള സാധനം അത് എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് വേറെ അടുത്ത് ചോദിക്കാൻ നല്ലതാണ്. കാരണം ടി വി നമ്മളെല്ലാരും കൂടി നിന്നിട്ട് ഇത് ഉണ്ടാക്കിയല്ലേ ടി വി. ഞാനല്ലേ മെയിൻ ആയിട്ട് നിന്നിട്ട് ടിവിയുടെ ആ ഒരു പേരെ കിട്ടാണ് ഞാനല്ലേ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയാളിയാ അതില് നീ ടുബോറിനടുത്ത് വെച്ച് നോക്ക്, ടി വിയിൽ പോലും കളിക്കാത്ത ഇതുവരെ. അല്ല പേരിട്ട ടുബോർഗിന് ടിവിയുടെ വീട് ഫുൾ ഫോം ടുബോർഗ് കണ്ടുപിടിച്ചേ. പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ലേ, ഓർമ്മയില്ല അന്നത്തെ? അതാണ് എന്തായിരുന്നു അതുപോലും അറിയില്ലേ, കോളീഡർ ആണ് പോലും നിങ്ങളെ മാറ്റുന്ന സമയം. നമ്മള് ബോൺ ടി വി ആണ്. നാളെ ഇത് നിർത്തേണ്ടി വന്നാലും അളിയ ടി വി റിട്ടയർ ആയി, അതിലൊരു ഗെത്തുണ്ട്. ഇത് നിക്കുവാണെങ്കിൽ എന്താ നിക്കുന്നതെന്ന് അറിയോ നിനക്ക്? RP മാത്രമേ നിക്കുള്ളൂ, അത് ഉടനെ അറിയൂ എല്ലാരും. അത് RP മാത്രമേ നിക്കുള്ളൂ. RP ഗ്യാങ് നിക്കുവാണെങ്കിൽ ഈ പേര് ഇവിടെ കുറച്ച് നാൾ ഉണ്ടാവുള്ളൂ. അതെന്റെ ഉറപ്പാ, അതെന്റെ വാക്കാ. അത് ഞാൻ ഉറപ്പ് പറയാം, അതെന്റെ വാക്കാണ്. അത് ഇവിടെ ഉണ്ടാവും, കുറച്ചധികം നാളിവിടെ ഉണ്ടാവും ഗൈസ്. അതൊരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുടെ അടുത്ത് പറയാം. അത് 6 വർഷം പോണ്. 6 വർഷം പോണ്. 5ാം ക്ലാസ്സിൽ ടിവിയുടെ RP കാണാൻ തുടങ്ങിയപ്പോ ഇപ്പൊ 10ാം ക്ലാസ്സിലാ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയോ, അവൻ മെച്ചൂർഡായി. അല്ലെങ്കിൽ അവൻ 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും ഇല്ലടാ RP ഓഡിയൻസ് ആയിട്ട് നമുക്ക്. അല്ലെ ഞാൻ ആ ഒരു ഇത് പറഞ്ഞതാ, ഐശ്വര്യ പറഞ്ഞതാ. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച് എടുത്ത കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ +2 കാണാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ? അവനിപ്പം ജോലി കയറി. എത്ര പേര് പറയുന്നുണ്ടെന്നറിയോ അതൊക്കെ. സോ അതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും 16-21 നോക്ക്. 13-18 അതാ പറഞ്ഞേ. അതാ ഞാൻ പറഞ്ഞ കേസ്. ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2 പേര് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. TVA അത്രേ ഉള്ളൂ. ഒരു ലീഡർ ഒരു ഗ്യാങ്, മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. കോഹ്ലിയുടെ പറഞ്ഞ ചിലപ്പോ ഒരു വിഷമം. കോഹ്ലിഡേഴ്സ് നമുക്ക് എങ്ങനെ നമുക്ക് കോഹ്ലിഡേഴ്സ് മാറി വരാൻ നമുക്ക് അറിയാമല്ലോ. കോഹ്ലിഡേഴ്സ് കുറച്ച് പേര് അവൻ മാറിയിട്ടില്ല.
മാറ്റും ഉടനെ മാറ്റും, അത് ഉടനെ ഉണ്ടാവും. സോ അതൊക്കെയാണ് കാര്യം കഴിച്ചത്. എനിക്കല്ലാതെ വേറെ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇതൊന്നും ഇല്ല. ഈ അനാവശ്യ കാര്യങ്ങളിലോട്ട് നമ്മളെ ഡ്രാഗ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കാണിക്ക്, എന്നിട്ട് നിങ്ങൾ കുണ പറ. അത് കേൾക്കുമ്പോൾ പിന്നെ ഒരു ഇതുണ്ട്. ഇപ്പൊ 2 വട്ടം നിങ്ങൾ ഇതായിട്ടിരുന്നപ്പോൾ പിന്നെ ഞങ്ങളുടെ കയ്യിൽ തല്ലും കൊണ്ട് മറ്റേ കരഞ്ഞ് മെഴുകി അങ്ങനെ പോയിരിക്കുമല്ലേ. നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇതായിട്ട് മാസടിക്കുക. ഞങ്ങളെ പോലത്തെ ഒരു ലെജൻഡറി ഞാൻ ഇതങ്ങ് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് തുറന്നങ്ങ് പറയാൻ പോവുക. ഞങ്ങളെ പോലത്തെ ലെജൻഡറി ഗ്യാങ് ചിലപ്പോൾ ഒരു വാറ് തോപ്പിക്കാൻ മാക്സിമം അതൊക്കെ ഞങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഞങ്ങളൊരു വാറ് നോക്കുക, അതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കൂടിപ്പോയാൽ സംഭവിക്കാൻ പോകണമെന്ന്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വളരാനായിട്ടില്ല ബ്രോ. സത്യത മനസ്സിലാക്കണം, ആ സത്യം മനസ്സിലാക്കണം. അത് നിങ്ങളെപ്പോലെ പെട്ടെന്ന് ഒരു ദിവസം ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടി ഒരു 2 മാസത്തിൽ ഉണ്ടാക്കിയത് 3 മാസത്തിൽ ഉണ്ടാക്കിയതല്ല ഇത്. അത് വീണ്ടും പറഞ്ഞു മടുത്ത്, എന്നാലും പറയും. ചിലപ്പോ അല്ല, ചില ആൾക്കാരുടെ കോൺഫിഡൻസുകൾ വെളിയിൽ നിന്ന് കാണുന്ന മന്ദബുദ്ധികൾക്കും വേറെ ഉള്ളവന്മാർക്കും അഹങ്കാരമായിട്ട് തോന്നും. ഇത് അഹങ്കാരമല്ലത്, ഇത് ഒരിക്കലും അഹങ്കാരമല്ല. ഞാൻ പറയണത് ഇത് ഞാൻ അഹങ്കാരമല്ല. എനിക്കിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനുള്ളത് അവകാശമുണ്ട്. കാരണം അങ്ങനെ താഴെ പോയതാ ഞാൻ, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നതാണ് ഞാനിത്. എനിക്കത് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഇവര് പറയുന്ന ഡൗൺ ടൈം എന്ന്, നിങ്ങൾ എന്നാ അതിന് അപ്പായത്? അല്ല അതെന്നെ ചോദ്യം, നിങ്ങൾ എന്നാ അപ്പായത്? ഓൾവേസ് ഞാനൊരു ഗ്യാങ്, ഞാൻ ഈ സിറ്റി, എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ഈ സിറ്റിയിലെ ഒരു ഗ്യാങ്ങിന്റെ ലീഡറാ ഞാൻ. ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇതുവരെ ജയിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. സിറ്റിയിലെ വേറെ ആർക്കും പറയാൻ റൈറ്റ് ഇല്ലായിരിക്കും, എനിക്ക് പറയാൻ റൈറ്റ് ഉണ്ട്. ആസ് എ ലീഡർ ഓഫ് TV എനിക്ക് പറയാം. എൻ്റെ ഗ്യാങ്ങിൻ്റെ പൊതുവെ തല്ലുകൊണ്ട് നിങ്ങൾ ഡിസ്മാൻഡിലായി പോയ ഒരു ഗ്യാങ്ങാ. ആ ഗ്യാങ്ങിനെ പറയാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് ഞങ്ങളുടെ ഇതിന് ഭാഗത്തോട്ട് നിങ്ങൾക്കൊരു അപ്പ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മുകളിൽ എന്തായാലും പോയിട്ടില്ല. എൻ്റെ ഗ്യാങ്ങിൻ്റെ മുകളിലോട്ട് അത് പോയിട്ടില്ല. അതിൻ്റെ കോൺഫിഡൻസ് ആണ്, അത് കോൺഫിഡൻസിൽ തന്നെ പറയാണ്. അതിന് മുകളിൽ പോകാത്തോളം കാലം നിങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറയാൻ എന്താ? നിങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തി? അപ്പം ഈ പറയണത് പോലെ അവർ ഇരുന്ന് ഓരോ അപരാധം പറയണത് നിങ്ങളെ പറ്റി. അത് വെച്ച് നോക്കുമ്പോൾ എന്നോടാണോ നിങ്ങൾക്ക് ശത്രുത കൂടുതൽ? നിങ്ങൾ ആദ്യം ആ പ്രശ്നം തീർക്ക്, എന്നിട്ട് പോരെ എന്നെ പറയണത്. നമ്മള് ഇതിന്റെ വാറ് മറ്റേ ഇതല്ലേ, സെക്കൻഡ് വാർ നമുക്ക് ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല കൈ വെച്ചിടിച്ചല്ലേ ഒന്ന് ലാസ്റ്റ് ഓനെ. സെക്കൻഡ് വാർ 10 മിനിറ്റ് തീർത്തില്ലേ? ബ്രോ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ആ യൂണിവേഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോണം. ഇനി എൻ്റെ അടുത്ത് അവരാൻ പറയാൻ വന്നാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോണത്. സ്വന്തം കാര്യം നോക്കി ഒരു നല്ല ഗ്യാങ് ഒക്കെ ബിൽഡ് ചെയ്ത് മര്യാദയ്ക്ക് ഇപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതിന് മുകളിലോട്ട് പറയാനില്ല. നിങ്ങളുമായിട്ട് ഞങ്ങൾ സിറ്റുവേഷൻ ആയിട്ടില്ല. പിന്നെ അധികം നീയൊക്കെ വെളിയിലിരുന്ന് ചിലച്ച ഇവിടെ നീയൊക്കെ ഗ്യാങ് ആയിട്ട് കളിക്കുമോ ഇല്ലയോ എന്ന് വരെ എനിക്കത് പറയാൻ പറ്റും, മനസ്സിലായ? അതുകൊണ്ട് എടുക്കുന്നവനും ഇതൊക്കെ ഗെയിമാ. ഗെയിമിനകത്ത് നീയൊക്കെ എന്ത് വേണേ പറഞ്ഞോ. അതിന്റെ പുറത്തോട്ട് നീ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരുത്തിന് ഇവിടെ നിന്ന് ഏതെങ്കിലും ഓസിയോ ബോസിയോ പറയട്ടെ, ഈ സർവർ നീ ഒന്നും കളിക്കത്തില്ല, അത് ഞാൻ പറയുക. അതിന് നീ എന്റെ സർവർ ആണെന്ന് എന്ത് വേണേ പറഞ്ഞോ, മനസ്സിലായ? അപ്പൊ അതനുസരിച്ച് വേണം ഇവിടെ നിൽക്കാൻ. അപ്പൊ ബൈ. ഹലോ 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 ചിറ്റി പോയാ?